എന്റെ വൈഫ് എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ, അപ്പൊ ദാസേട്ടാ നിങ്ങൾ ചെയ്തൊക്കെ ഓക്കെ, പക്ഷെ ഇങ്ങനെയുള്ള ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ നായകൻ അടുക്കുന്നു, അത് റൊമാൻറ്റിക് ആയിട്ട് ആ ഭാവം വരുന്നു, അവിടെ കഴുത്തിന് ഉമ്മ വെക്കുന്നു, ഹഗ് ചെയ്യുന്നു. ആ എന്തൊരു കഷ്ടപ്പല്ലേ. ഒരു ആൽബത്തിൽ അഭിനയിച്ചപ്പോൾ തന്നെ ആൾക്ക് പണി കിട്ടിന്നാ പറയുന്നേ. ഈ രേണുസുധിയുടെ കൂടെ അഭിനയിക്കാൻ പോയ ആകെ നാണക്കേടെന്ന രീതിയിലേക്ക് എത്തുന്നു. സ്വന്തം ഭാര്യ പോലും ചോദിച്ചത്ര എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കണത് ദാസേട്ടാന്നുള്ളത്. ഇപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതായത് കഴുത്തിന് ഉമ്മ വെക്കുന്ന ഒരു ലിപ് ലോക്ക് സീന് പോലത്തെ ഒരു സംഭവമൊക്കെ, അതൊക്കെ ശരിക്കും ക്യാമറ ട്രിക്ക് ആയിരുന്നു കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ കുറെ ആൾക്കാർ അതിക്രമിച്ച് കയറി വന്നിട്ട് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച പോലെയൊക്കെയാണ് ഇപ്പൊ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കണത്. എന്റെ പൊന്നു ദാസേട്ടാ, നമ്മളിത് കുറെ കാലായില്ലേ കാണാൻ തുടങ്ങിയിട്ട്. രേണുസുധിയുടെ കൂടെ നിന്നിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ വൈറലാവും, തീർച്ചയായിട്ടും വൈറലാവും. കാരണം അത്രമാത്രം തെറി വിളിക്കാൻ ആളുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വൈറലാവുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണുസുധിയെ ഞാനാണ് ഈ രംഗത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നതും രക്ഷപ്പെടുത്തിയതും എന്നാണ് പറയുന്നത്. ആ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ, ആ ഒരു റീൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, അതോട് കൂടിയിട്ട് രേണുസുധി രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. സത്യാവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് തെറി വാങ്ങിയിട്ട് എയറിലായിരുന്നു. അതിൽ ദാസേട്ടനും കൂടിയും ചേർന്നപ്പോ ഒന്നും കൂടി എയറിലായി, അത്രേ ഉള്ളൂ. എന്തായാലും ഒരു പഴംപൊരി സീന് കണ്ടതിന് ശേഷം നേരെ നമുക്ക് ആ പ്രശ്നത്തിൽ കണ്ടു കിടക്കാം. ദാസേട്ടന് വേണ്ടി ചെയ്ത പഴംപൊരി ദാസേട്ടന് വേണ്ടിയിട്ട് രേണുസുധി ഉണ്ടാക്കിയിട്ട് പഴംപൊരി അവർക്ക് രമ്യ ചേച്ചി, ദാസേട്ടന് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയ പാവം, ദാസേട്ടന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പഴംപൊരി തിന്നാ രണ്ടുണ്ട് കാര്യങ്ങൾ എന്നാണ്. ഒന്ന് നല്ല ടേസ്റ്റ് ഉള്ള പഴംപൊരി തിന്നാ, പിന്നെ കുറച്ച് എണ്ണ കിട്ടുന്നു, വെളിച്ചെണ്ണ, അത് നമുക്ക് എന്താ ചെയ്യാ, തലേത്തേക്കാ. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഇനി നേരെ നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന ഇന്റർവ്യൂല് ദാസേട്ടൻ കുറെ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്, നിങ്ങളത് കാണണം. ഒരു സിനിമയിൽ ഒരു ഇന്റിമേറ്റ് അങ്ങ് ഷൂട്ട് ചെയ്യണം എങ്ങനെയാ, നമ്മൾ സിനിമ കാണുന്ന സമയത്താണ് കാണുക. നായകനും നായികയും തമ്മിൽ അടുക്കുന്നു. ലിപ് ലോക്ക് വരെ സംഭവിക്കാണ് സിനിമകളിൽ, കണ്ടില്ലേ? എത്രയോ തീവണ്ടി എന്ന സിനിമയിലൊക്കെ ലിപ് ലോക്ക് വന്നിട്ടുണ്ട് അല്ലേ? അപ്പം അത് നമ്മൾ സ്ക്രീനിൽ കാണുന്നു, അവർ നമ്മുടെ അടുത്തല്ലോ, അടിപൊളി, കൈയടിക്കുന്നു അല്ലേ? ഇത് ശരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ പറ? എങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ? ഷൂട്ട് ചെയ്യണ സമയത്ത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാമറമാൻ ഉണ്ടാവും, പിന്നെ കുറച്ച് അസിസ്റ്റൻസും കാര്യങ്ങളും ഉണ്ടാവും, പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ ഉണ്ടാവും. അവർ ഉമ്മ വെക്കും. എന്ത് സംഭവം മനസ്സിലായില്ല. അപ്പൊ നിങ്ങള് ആ സംഭവം ക്യാമറ ട്രിക്ക് ആണെന്നാണോ പറഞ്ഞു വരുന്നേ? അല്ല, ചോദിച്ചാണ് കേട്ടോ. നായകനും നായികയും ഡയറക്ടർ ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നായകനും നായികയും ഓൺ ദ സ്പോട്ട് ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കുകയാണോ ചെയ്യുക സാറിന്? അല്ല, 2, 3, 4 ഷോട്ടുകൾ ഉണ്ടായിരിക്കാം. വ്യത്യാസം ഞാൻ പറയാം. അവിടെ ആരുണ്ടാവും? ഡയറക്ടർ ഉണ്ടാവും, അസോസിയേറ്റ് ഉണ്ടാവും, ഒരു 3, 4, 5 ആൾക്കാരുണ്ടാവും. ഇവിടെ എന്താ സംഭവിച്ചത്? അത് ശരി, അപ്പൊ അതാണ് സംഭവം. അതായത് കൊറേ ടേക്ക് എടുക്കല്ലോ, ആ ടേക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? ദാസേട്ടാ കേറി കൊടുക്ക്, കെട്ടിപ്പിടിക്ക്, ഉമ്മ വെക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആരോ കമന്ററി പറയുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് മൂപ്പര് ഇങ്ങനെ കെട്ടിപ്പിടിക്കണം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതിന്റെ ഇടയിൽ രേണുസുധിക്കാണ് ചിരി വന്നു. പൊന്നോ, അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ജു വാര്യരോ ഊർവശി അതൊന്നും ഒന്നുമല്ല മോനെ. രേണുസുധി ആക്ഷൻ പറഞ്ഞ പുലി. അപ്പോ ഒരുപാട് ടേക്ക് എടുത്തത് അതുകൊണ്ടാണെന്നാണ് ചേട്ടൻ പറയുന്നത്. ഓക്കെ, കൊള്ളാം. ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ആൽബത്തിന്റെ ഷൂട്ട്, നായകൻ എടുത്തു പോകുന്നു, ഇവര് കിസ് കൊടുക്കുന്നു, കഴുത്തിൽ ലിപ് ലോക്ക് എന്നല്ലേ, കിസ് കൊടുക്കുന്നു, ഹഗ് ചെയ്യുന്നു. ഇവിടെ ചുറ്റും ആരാളുള്ളത്? ആരാളുള്ളത് പറ? ഡയറക്ടറും ആൾക്കാരും തന്നെയാണ്. ഡയറക്ടർ ആൾക്കാരൊന്നുമല്ല, ഡയറക്ടറും അതിന്റെ ബന്ധപ്പെട്ട അസോസിയേറ്റ് 2, 3 ആൾക്കാരല്ല, ഓൺലൈൻ മീഡിയാസ് മൊത്തം ചുറ്റുമുണ്ട്. അത് ശരി, ഈ ഓൺലൈൻ മീഡിയാസിന് ആരാടാ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ വിളിച്ചു കൊണ്ടുവന്നേ? ഒരു 5-10 ടേക്ക് എടുക്കാനുള്ള സ്ഥലമായിരുന്നു, അതൊക്കെ കൊളാക്കി എല്ലാവരും. 2, 3 ആകുമ്പോഴത്തേനും അത് വൈറലായി, എയറിലായി. അപ്പൊ അങ്ങനത്തെ സീനുകൾ ഇപ്പൊ 1, 2 എടുക്കാൻ കഴിയുള്ളൂ, ഒരുപാട് എടുക്കാൻ കഴിയുന്നില്ല. സങ്കടമാണ് ഇപ്പൊ ആള് പറയുന്നേ. ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, നായകൻ അടുക്കുന്നു, അത് റൊമാൻറ്റിക് ആയിട്ട് ആ ഭാവം വരുന്നു, അവിടെ കഴുത്തിന് ഉമ്മ വെക്കുന്നു, ഹഗ് ചെയ്യുന്നു. ആ കാര്യങ്ങൾ ഈ പറഞ്ഞ ഡയറക്ടറാണ് പിറകുന്ന് വിവരിച്ചത്. ഇങ്ങനെ ചെയ്യുന്ന ആസനം എങ്ങനെ ചെയ്യും, അത് വൈറലാവേണ്ട ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അത് വെറുതെ പറയാം. അങ്ങനെ പരാമർശം അതിലില്ല. ഇന്ന കാര്യങ്ങൾ ചെയ്യും, കുറച്ചുകൂടെ അടുക്കു ദാസേട്ട, കഴുത്തിന് ഉമ്മ വെക്കൂ ദാസേട്ട പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വിവാദമായി, വൈറലായി. കാരണം ഒരു കാര്യം കൂടി ഉണ്ട്, ദാസേട്ടൻ കൂടെ അഭിനയിച്ചോണ്ടല്ല, ആരാ എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആരാ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാ? രേണുസുധി. കേരളത്തിൽ ഇത്രയും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്, ഇത്രയും കൂടുതൽ ലോകമെമ്പാടുമുള്ള ആളുകൾ സോഷ്യൽ മീഡിയ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ രേണുസുധിയാണ് ഏറ്റവും കൂടുതൽ വൈറലായ വ്യക്തി അല്ലേ? അവരായതുകൊണ്ട് സാധനം കത്തും, സാധനം കത്തിക്കപ്പെടും. അതാണ് അവിടെ സംഭവിച്ചത്. ഓഹോ, അതാണ് സംഭവം അല്ലേ? അല്ല, അതിന്റെ ഇടയിൽ എന്താ ഭാവം വരുന്നു എന്നൊക്കെ പറഞ്ഞു. അതായത് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, അപ്പൊ തന്നെ റൊമാൻറ്റിക് മൂഡ് മാറുന്നു, ഭാവം മാറുന്നു. ആരെല്ലാം മാറിയത്? ദാസേട്ടൻ വല്ല കൊല്ലാൻ നിൽക്കുന്ന പ്രതികളെ പോലെ ഒരു സാധനമാണ് ഞാൻ കണ്ടത്. രേണുസുധി ആണെന്നുണ്ടെങ്കിൽ എന്ത് ഭാവമാണെന്ന് അവർക്ക് തന്നെ ഒരു പിടിയില്ല എന്നുള്ളതാണ്. അമ്മാതിരി ഭാവട്ട് നിന്നു. ഇതാണല്ലേ ഭാവം മാറല്. അപ്പൊ രേണുസുധിയുടെ കൂടെ അഭിനയിച്ചാൽ എന്തായാലും ഏറി കയറും. അതുകൊണ്ടാണ് ഏറി കയറി എന്നാ പറയുന്നത്. അല്ലാതെ ആ റീൽസിന് പ്രശ്നമൊന്നും ഇല്ല എന്നിട്ട് ആള് പറയുന്നത്.
അതായത് വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരം കാണിക്കാമെന്നാണ് അപ്പൊ ദാസേട്ടൻ പറഞ്ഞത്? ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ദാസേട്ടൻ കൊടുക്കുന്ന വ്യക്തി നായകനായി കള്ളു ചെത്തുകാരനായി അവിടെ അഭിനയിച്ചതാണ്. ഞാൻ സിനിമകളിലായാലും അങ്ങനെ അഭിനയിക്കും അല്ലേ? അത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയാസ്, ഞാൻ അവർ കുറെ സുഹൃത്തുക്കൾ എൻ്റെ ഇല്ലാന്ന് പറയില്ല, അവർ രേണുസുതി എന്ന ഘടകമായതുകൊണ്ട് അവർ ദാസേട്ടൻ കൊടുക്കുന്ന വേറെ വ്യക്തിനോട് ചെയ്ത് കഴിഞ്ഞ് ഒരു 10-20 ഓൺലൈൻ മീഡിയാസ് എടുത്ത് കത്തൂല, ഉറപ്പായിട്ടും കത്തൂല. കത്തിയത് എന്തുകൊണ്ടാ? രേണുസുതി ആയതുകൊണ്ടാണ്. അത് കുറച്ച് മണ്ണെണ്ണ പെട്രോൾ ആയിട്ട് ഒഴിച്ചാൽ അത് നിന്ന് കത്തൂലേ? എന്തൊക്കെ പറഞ്ഞു മനസ്സിലാവുന്നില്ല. രേണുസുതി എവിടെ പോവാണെന്നുണ്ടെങ്കിൽ നിഴല് പോലെ കുറെ യൂട്യൂബേഴ്സിനെ കൊണ്ട് നടക്കുന്നുണ്ട്, അതാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അതാണ്. രേണുസുതിയുടെ കൂടെ അഭിനയിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രേണുസുതിയുടെ കൂടെ റീൽ എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവര് വിളിച്ചിട്ടും വിളിക്കാതെയും ഒരുപാട് യൂട്യൂബർമാര് പിന്നാലെ നടക്കുന്നുണ്ടാവും എന്നാണ് ചേട്ടായി പറയുന്നത്. അതെന്തിനാണ് കൂടെ നടക്കണമെന്ന് അറിയാലോ, അവർക്ക് നല്ല റീച്ചാണ്. തെറി വിളിക്കാനായിട്ട് ആളുകൾ ക്യൂ നിൽക്കുന്നത് പോലെയാണ് കമന്റ് ബോക്സ് നോക്കിയാല്. വേറൊരു വീഡിയോ ഞാൻ കാണാനിടയായത്, ദാസേട്ടൻ ഏതൊരു പെണ്ണിനെ ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ട് ഒരു സംഭവം ചെയ്യുന്നു. അപ്പൊ രേണുസുതി കയറി വരുന്ന ഒരു സംഭവം ഞാനല്ല, ഈ ആൽബത്തിലാണ് ഞാനല്ലത്. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ സീനും കാര്യങ്ങളും കാണുന്നു. അതിൽ ദാസേട്ടൻ അഭിനയിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ദാസേട്ടൻ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇത്രയും സൊസൈറ്റിയിൽ നല്ലപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്നും വേണ്ട, ദാസേട്ടന്റെ വൈഫ് എന്ന് പറയുന്ന വ്യക്തി ടീച്ചറാണ്. സോ അവര് സൊസൈറ്റി പോകുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസ്, ദാസേട്ടൻ ഒരു മോളും കൂടി ഉണ്ട്, അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് എന്തുകൊണ്ടാണ് ദാസേട്ടൻ ഞാൻ ആൽബത്തിൽ അഭിനയിച്ചു, കൃത്യമായി അവിടെ അഭിനയിച്ചതാണ്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നു. ഒരു ആക്ടറിനെ സംബന്ധിച്ച് എല്ലാ വശങ്ങളും നോക്കാൻ കഴിയില്ല. ഞാൻ എന്റെ പാർട്ട് രാവിലെ അഭിനയിച്ചു, ആ പാർട്ടാണ് ഓൺലൈൻ മീഡിയ എടുത്ത് പുറത്തിട്ട്. അത് കഴിഞ്ഞ് ഞാൻ എന്റെ പാട് നോക്കി എന്റെ റൂമിലേക്ക് പോയി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആൽബത്തിന്റെ ക്ലൈമാക്സ് രംഗത്താണ് അവിടെ നടന്നത്. ആ ഇറങ്ങിയ ക്ലൈമാക്സ് രംഗത്തിൽ ഓൺലൈൻ മീഡിയാസ് വന്നിട്ട് എടുത്ത് പുറത്ത് വിട്ട സാധനങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടത്. എന്ന് വെച്ച് നാളെ മറ്റന്നാള് ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ 100% നോക്കിയിട്ട് പോകും. അതൊരു പാഠമാണ് എനിക്ക്. സമാധാനം. ഇനിയെങ്കിലും അഭിനയിക്കാൻ പോകുമ്പോ ഇതൊക്കെ ഒന്ന് പരിഗണിക്കണം എന്റെ പൊന്ന് ദാസേട്ട. വെറുപ്പിക്കലാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ രണസുനെയൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട പൊന്ന് ദാസേട്ട. നിങ്ങൾ അതിനിടയിൽ കുറെ റീൽസ് ഒക്കെ ചെയ്ത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ചില സിനിമകളുടെ ഒക്കെ മാലിക്കിന്റെ ഒക്കെ ഒരു സംഭവം കൂടി എന്നാ പരിപാടിയായിരുന്നു. അതൊക്കെ പൊളിയായിരുന്നു. അതിനിടയിൽ ഈ ചപ്പും ചവറിലൊക്കെ പോയി അഭിനയിച്ചിട്ട് വെറുപ്പ് സമ്പാദിക്കല്ല എന്റെ പൊന്നു ദാസേട്ട. ഞാൻ കാര്യമായിട്ട് പറയാം. പണ്ട് നിങ്ങൾ ടിക്ടോക്കിൽ അഭിനയിച്ച് കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങളൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് ചിരിച്ചതാ. എന്താണ് ഈ പൊട്ടത്തരം കാണിക്കുന്നത്? പിന്നെ അതേ ആളുകളെ കൊണ്ട് തന്നെ നിങ്ങൾ കൈയടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറെ നല്ല അടിപൊളി റീൽസ് ഒക്കെ ചെയ്തിട്ട്. നിങ്ങൾ ഈ ഇതിന്റെ പിന്നാലെ നടന്ന് വെറുപ്പി സമ്പാദിക്കല്ലേ. ഇപ്പൊ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇവരൊക്കെ അത് കാണുന്നുണ്ട് എന്നുള്ള ബോധം താങ്കൾക്കുള്ളത് നല്ലതാണ്. രേണുസുതിക്കൊന്നും സംഭവിക്കാനില്ല. അവർക്ക് എത്ര തെറി കേട്ടാലും എത്ര കളിയാക്കപ്പെട്ടാലും ഒരു കുഴപ്പമില്ല, ഒരു ഉളുപ്പുമില്ല, ഒരു ഉസിരും പൊടില്ലാത്ത സാധനം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണെന്നുള്ളതാണ്. സ്വന്തം ഭർത്താവ് മരിച്ചത് വിറ്റ് കാശാക്കിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് താങ്കൾ മനസ്സിലാക്കണം. ഒരു ഉളുപ്പില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പൊ കുറെ ദിവസമായിട്ട് കാണിക്കൽ പറഞ്ഞ പരിപാടിയും കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കത് പാഠമാണ്. ദാസേട്ടൻ പറഞ്ഞു വരുന്നത് ഈ ചെയ്തതെല്ലാം തെറ്റാണ്. ഇനി ഇപ്പൊ എന്തെങ്കിലും ഇത് ഞാൻ തെറ്റല്ല, ഈ ചെയ്ത ഒരിക്കലും തെറ്റല്ല. പക്ഷെ ഇത്രയും സംഗതികൾ ഓൺലൈൻ മീഡിയാസ് പുറത്തിടുമ്പോൾ അതിന് ബന്ധപ്പെട്ട ആൾക്കാർ, ഡയറക്ടർ ഉൾപ്പെടെ ആൾക്കാർ ശ്രദ്ധിക്കണമായിരുന്നു. ഇപ്പൊ ഒരു താങ്കൾ ഡയറക്ടർ ആണെങ്കിൽ താങ്കൾ അവരടിപ്പിക്കും. ഒരു സിനിമ നടക്കുമ്പോൾ ഏതെങ്കിലും ആൾ മൊബൈൽ വന്ന് ഷൂട്ട് ചെയ്യാൻ വന്നാൽ അവരെ ഡയറക്ടർ ഒരിക്കലും വിടില്ല. അത് അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ തന്നെ ഈ വീഡിയോന്റെ ഇടയിൽ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ വിളിച്ചു വരുത്തിയത് ഈ ഡയറക്ടർ ആണെന്നുള്ളത്. എന്താണ് അപ്പൊ നിങ്ങളെ ഗുണം? എന്താണ് നിങ്ങൾക്ക് നേട്ടമുള്ളത്? ഒന്നും നേടാനില്ല. ഇപ്പൊ നിങ്ങളുടെ ആൽബം വരും, ആരെങ്കിലും കാണുമോ? ഒരുപാട് ആൽബം വന്നു എന്നൊക്കെ പറഞ്ഞു, ഒരുപാട് ഷോർട്ട് ഫിലിം വന്നു എന്ന് പറയുന്നു, വെബ് സീരീസിന്റെ ഓരോ ഷൂട്ടിങ് കാണുന്നു. ഈ രണസുനയുടെ കാര്യം പറഞ്ഞിട്ട് അതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടോ? ആരും കാണുന്നില്ല. ഈ കോപ്രായത്തരങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ കൂടി പെട്ടു, അത്ര തന്നെ. അതേ പോളിസി പിന്തുടരണം അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ ഓൺലൈൻ മീഡിയാസ് വന്നിരുന്നു. ആൽബത്തിന്റെ പ്രൊമോഷന് വേണ്ടി ബന്ധപ്പെട്ട ആൾക്കാർ അവിടെ വിളിച്ചു വരുത്തിയതാണ്. അഗൈൻസ്റ്റ് നിൽക്കുന്നത് രേണുസുതി അവിടെ പോയി കഴിഞ്ഞാലും വിളിക്കാതെ തന്നെ ഓൺലൈൻ മീഡിയാസ് അവിടെ എത്തും. സ്വാഭാവികമാണത്. അപ്പം ഇവിടെ ഞാൻ നിൽക്കുന്നു, അപ്പുറം രേണുസുതി നിൽക്കുന്നു. അത് വൈറലാക്കാണ്ട് ഓൺലൈൻ മീഡിയാസ് അവിടെ വരുന്നു. ഇതവിടെ സംഭവിച്ചു പോയി എന്ന് വെച്ച് ദാസേട്ടൻ കൊടുക്കുന്ന വ്യക്തി ഒരിക്കലും ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സംഗതികൾ, ആൽബത്തിനോ ഷോർട്ട് ഫിലിമോ സിനിമ എടുക്കുന്ന സംഗതി ഒന്നും അതാത് ബന്ധപ്പെട്ട മേഖലയിൽ കാണുന്ന ആഗ്രഹിക്കുന്ന ആളാണ്. തിയേറ്ററിലാണെങ്കിൽ ബിഗ് സ്ക്രീനിൽ കാണുക, യൂട്യൂബ് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇതിൽ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് വെച്ച് ഇത് എന്റെ ഭാഗത്ത് ഞാൻ അഭിനയിച്ച കാര്യം കൃത്യമായി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഈ രീതിയിൽ വിവാദമായി നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെന്തായാലും വരൂലേ. ആരാണ് കൂടെ അഭിനയിച്ചത് നോക്കണം. അല്ല, കൂടെ നിന്നത് എന്താ അഭിനയം? കൂടെ നിന്നത് ആരാ നോക്കണം? ആ കോപ്രായത്തിലൊക്കെ കാണിച്ചിട്ട് രണസുനയുടെ കൂടെ നിൽക്കണം. എല്ലാരും അവസ്ഥയൊക്കെ തന്നെയാന്നുള്ളതാ. അതിനിടയിൽ ആ നാക്കുണ്ടല്ലോ, ആ നാക്ക് കൊണ്ട് എന്റെ പൊന്നെ എത്ര വെറുപ്പ് സമ്പാദിച്ചിട്ടുണ്ടറിയോ ഈ രണസുന.
ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ അവസ്ഥ. പിന്നെ ഒരു കാര്യമില്ലാതുള്ള ഉത്സവ പറമ്പിലെ ഒക്കെ ആൾക്കാർ ക്ഷണിക്കുന്നത്. എന്താടാ നിങ്ങൾക്കൊക്കെ പറ്റുന്നേ? നിങ്ങൾ നാട്ടിലുള്ള കുട്ടികളെനൊക്കെ പ്രോഗ്രാം സംഘടിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിക്ക്. നിങ്ങൾ ഇതിനൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ഗുണമാണ് നിങ്ങൾക്കുള്ളത്? ഒരുപാട് കഴിവുള്ള ആളുകളുണ്ടോ. ഇപ്പൊ രേണുസുധിയുടെ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചില കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിട്ടുള്ളൂ, ആ ഒരു വകതിരിവ് എത്തിയിട്ടുള്ളൂ. എന്നാൽ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നല്ല അടിപൊളി നൃത്തം വെക്കുന്ന അടിപൊളി പാട്ട് പാടുന്ന കുട്ടികളുണ്ട് കേട്ടോ. ഞാൻ അവരെ കളിയാക്കിയെന്ന് പറയരുത്, സോറി, അറിയാണ്ട് പറ്റിയത് പോയതാണ്. അങ്ങനെ കൊണ്ടുവന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. പിന്നെ അതായത് ദാസേട്ടൻ നിൽക്കുന്നു, ലേഡി 2 കാലും ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് നിൽക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ദാസേട്ടൻ, ഞാൻ ഇപ്പോഴും ചോദിക്കാണ്, ദാസേട്ടന്റെ വൈഫ് ആയിക്കോട്ടെ, മോളായിക്കോട്ടെ, ഇതെല്ലാം കാണുകയാണ്. സോ അപ്പൊ ദാസേട്ടൻ ഇവിടെ ന്യായീകരിക്കുന്നതിന്റെ പൃഥ്വിരാജിന്റെ വിലായത്ത് പുത്രന്റെ പൃഥ്വിരാജ് ചെയ്ത സീനാണ് നായകൻ എടുത്തുകൊണ്ടിരുന്നത്. അത് പൃഥ്വിരാജ് ചെയ്തപ്പോൾ തിയേറ്ററിൽ പോയി കൈയടിക്കൂലേ? ഞാൻ സിനിമ കണ്ടിട്ടില്ല. സിനിമ കാണുന്ന ആൾക്കാർ തിയേറ്ററിൽ പോയി എന്ത് ചെയ്യും? കൈയടിക്കോ? പൃഥ്വിരാജ് അതുപോലെ ലാലേട്ടൻ തന്മാത്ര ഇന്റിമേറ്റ് സീൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അഭിനയം എങ്ങനെ കൈയടിക്കില്ല? നിങ്ങൾ റീൽസിന്റെ അകത്ത് ഞാൻ അതേ സീൻ റീക്രിയേഷൻ ചെയ്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാളെ വിമർശിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് മനസ്സിലാവേണ്ട എന്റെ പൊന്നു ദാസേട്ടാ? നിങ്ങൾ ഈ പൃഥ്വിരാജിനും മോഹൻലാലിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യല്ലേ എന്റെ പൊന്നു ദാസേട്ട മുതലാളി. നിങ്ങൾ എന്തിനാ വെറുതെ അങ്ങനെ കഴിവൊക്കെ ഉള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലാലേട്ടനെയും പൃഥ്വിരാജിനെയൊക്കെ ചേർത്ത് വെച്ച് സംസാരിക്കാം? അവര് സിനിമയിൽ ചെയ്തു, അത് നമ്മൾ കാണുന്നു. നിങ്ങളെ ആൽബത്തിൽ ചെയ്യുന്ന സാധനങ്ങൾ ഞങ്ങൾ പിന്നീട് കാണുന്നില്ല, ഈ ഷൂട്ട് വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ. സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ കമ്പാരിസണിൽ ലാലേട്ടനൊക്കെ വെച്ചിരിക്കുന്ന എന്റെ പൊന്ന് ദാസപ്പേട്ട എന്തൊക്കെയാണിത്? ആണോ അല്ലേ? ഞാനൊരു ഓൺലൈൻ മീഡിയാസിന്റെ 10 ആൾക്കാർ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ പലതുണ്ട്, അവരുടെ പേരൊന്നും പറയില്ല. ഓൺലൈൻ മീഡിയാസിന്റെ 3-4 ആൾക്കാരെ വിളിച്ച് വൈറലാകാൻ വേണ്ടി ഏതൊരു പെണ്ണിനെ വിളിച്ചിട്ട് ദാസേട്ടൻ കോഴിക്കോട് ചെയ്തെങ്കിൽ എവിടെയും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പറ. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇല്ലാന്ന് പറയാം, ആളെ പേരൊന്നും പറയില്ല. ഓൺലൈൻ മീഡിയാസിന് 5 ആളെ വിളിക്കും, എന്നിട്ട് ഏതെങ്കിലും നായികനെ വിളിച്ച് ചുറ്റി കളിക്കുക, എടുത്ത് പൊന്തിക്കുന്ന പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓൺലൈൻ മീഡിയാസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. പിന്നെന്താ സംശയം? അലിൻ ജോസ് പെരേര, പിന്നെ അയാളുടെ കൂടെ കുളിക്കാതെ നടക്കുന്ന ഒരു ചങ്ങാതില്ല, എന്താണ് പേരിക്കറിയില്ല, അയാൾ കലാഭവണിയുടെ ഒക്കെ ശബ്ദ അടിപൊളിയായിട്ട് അനുകരിക്കുന്ന ഒരാളാണ്. ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടായിരുന്നു. ഏതൊക്കെ ഈ പെണ്ണുങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെ കാണിച്ച് കൂട്ടുന്ന കുറെ കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അലിൻ ജോസ് പെരേര നിരന്തരമായി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അതിന്റെ പിന്നാലെ ഒരുപാട് മാധ്യമങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. മാധ്യമല്ല, സോറി, തെറ്റ് പറ്റിപ്പോയി. സോഷ്യൽ ഇൻഫ്ലുവാണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ഇൻഫ്ലുവാണങ്ങൾ എന്നും കൂടി പറയാൻ കഴിയില്ല. കാരണം ഇവര് പിന്നാമ്പുറത്ത് നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കൽ മാത്രമാണ്, എന്നിട്ട് അതിങ്ങനെ മുറിച്ച് ഇങ്ങനെ ഇടുന്ന ടീംസ് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. ഒരു വീഡിയോസ് ആണോ ഒന്നും നമുക്കറിയില്ല. പ്രൊമോഷന് വേണ്ടി, അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടായി അറിയില്ലേ, പ്രൊമോഷന് വേണ്ടി ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചിട്ട് ഓൺലൈൻ മീഡിയാസ് വെറുതെ വന്നൊന്നല്ല കേട്ടോ, വിളിച്ചിട്ട് അവർ വന്നത്. രേണുസുധീന്റെ ഒരു ആൽബം ആണെങ്കിൽ സ്വാഭാവികമായ രീതിയിൽ അതിന് ബന്ധപ്പെട്ട ഡയറക്ടർ, അവർ കോൺടാക്ട് ഡയറക്ടറോട് വന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അവർ വന്നത്. അവർ നമ്മുടെ സമൂഹത്തിൽ എസൻഷ്യലായ ഘടകം തന്നെ ഓൺലൈൻ മീഡിയാസിന്റെ തന്നെ. പക്ഷേ അത് ബന്ധപ്പെട്ട ആൾക്കാർ ശ്രദ്ധിക്കണമായിരുന്നു, ഞാനും ശ്രദ്ധിക്കണമായിരുന്നു, ഇല്ലാന്ന് പറയുന്നില്ല. അപ്പൊ ഇനി ഞാൻ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ആൽബത്തിനോ ഷോർട്ട് ഫിലിമിന് പോവുകയാണെങ്കിൽ 100% കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യും. അല്ലടോ, താങ്കൾ തന്നെയല്ലേ പറഞ്ഞത് ഇവര് അവിടെ കയറി വന്ന് വീഡിയോ എടുത്തത് കൊണ്ടാണ് ആകെ പ്രശ്നമായെന്നുള്ളത്? ഡയറക്ടർ വിളിച്ചു വരുത്തിയിട്ട് അവര് ചെയ്ത കാര്യങ്ങളെ പിന്നെ ഇപ്പൊ താങ്കൾക്കൊന്നും പറയാനില്ല, പിന്നെ ഞാൻ നന്നായി ചെയ്തു എന്നൊക്കെ പറയുന്നില്ല. എന്തുണ്ടയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല, കാര്യമായിട്ട് പറയണം, മറ്റുള്ള കണ്ടന്റ് പോലും തരാൻ കഴിയുന്നില്ല. ഫുള്ള് കയറി വരുന്ന സജഷനിൽ ഫുള്ള് ഇതാ. അത് റെക്കമെൻഡേഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. ഹിസ്റ്ററി ക്ലീൻ ആക്കിയാൽ ഇത് തന്നെയാണ് അവസ്ഥ. അതിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. ഇത് എന്ത് അൽഗോരിതാണ് പണ്ടാറടങ്ങിയിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെയാണ് ഈ അൽഗോരിതം മാറിയിട്ടുള്ളത്, ഒരു സംശയം വേണ്ട. എന്റെ വൈഫ് എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അപ്പൊ നിങ്ങൾ ചെയ്തൊക്കെ ഓക്കെ, പക്ഷെ ഇങ്ങനെയുള്ള ഓൺലൈൻ മീഡിയാസ് ഒക്കെ വരുന്ന സമയത്ത് ഇവരിങ്ങനെ പുറത്തേക്ക് വിടുമ്പോൾ അവർ പ്രധാന ഒരു വൈഫ് പറയുന്നത്, 2 ആൾക്കാർ തമ്മിലുള്ള ഒരു സീൻ എടുക്കുന്ന സമയത്ത് ഇതിന്റെ അടിയിൽ വരുന്ന നമ്മളെ നരേഷൻ, കമന്റുകളല്ല, അതിനെന്താ പറയാ, നരേഷൻ എന്നല്ല പറയാ, ഈ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നരേഷൻ ഇല്ലേ, ദാസേട്ടൻ രേണുവിന് ഉമ്മ കൊടുത്തു, ദാസേട്ടൻ രേണുവിന്റെ കഴുത്ത് പിടിച്ചു. അത് വളരെ 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 സെൻസിറ്റീവായ കാര്യമാണ്. ഞാൻ എല്ലാ ഓൺലൈൻ മീഡിയാസിനും ദയവ് ചെയ്ത് പറയണം, നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ആൽബത്തിന് ഷൂട്ടിനിടയ്ക്ക് ദാസേട്ടൻ രേണുസുധിയും എന്താ കുഴപ്പം? ദാസേട്ടൻ രേണുവിന്റെ കൈ പിടിച്ചു, ദാസേട്ടൻ രേണുവിന്റെ കഴുത്ത് പിടിച്ചു, അങ്ങനത്തെ ചില വാക്കുകൾ അതാർക്കും ഇപ്പൊ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് എന്ത് വേണം ഇടാം, പക്ഷെ അത് വളരെ വളരെ സെൻസിറ്റീവായ ഒരു കാര്യങ്ങളാണ്. പക്ഷെ പലപ്പോഴും പല ഹെഡിങ്ങുകളും അതിനോട് നീതി പുലർത്തുന്നതായിട്ട് കാണുന്നുണ്ട് ദാസേട്ടാ. ചിലതൊക്കെ അങ്ങനെയാണ്, പക്ഷെ ചിലതൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലാണെന്നുള്ളതാണ്. എന്തൊക്കെയായാലും നനഞ്ഞു. ഇനിയിപ്പോ കുളിച്ച് കയറുന്ന ധാരണയിൽ തന്നെയാണ് ചേട്ടായിയൊക്കെ പോകുന്നത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനിയും രേണുസുധിയുടെ കൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഭിനയിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട, പറച്ചില് ഡയലോഗ് അടിയൊക്കെ ഉണ്ടാവുന്നുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഷൂട്ടിംഗ് വീഡിയോസ് അത് നിങ്ങളുടെ ചാനലുകൾ വഴി മാത്രം പുറത്തു വിടാൻ നോക്കുക. അതൊക്കെ ആൽബം ഇറങ്ങുന്നതിന്റെ 2 ദിവസം മുമ്പ് ഇറക്കാൻ നോക്കുക. അല്ലാതെ മുന്നേ തന്നെ ഈ ആൽബം ഇറങ്ങുന്നതിന് മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റീച്ചും പിന്നെ ആൽബത്തിന് കിട്ടൂല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ ആൽബംസ് കാണാത്തത്. പലപ്പോഴും നമ്മൾ ഈ ചില ആൽബങ്ങളൊക്കെ ചിലപ്പോൾ ഈ ട്രോളന്മാരെടുത്ത് ട്രോളുമ്പോഴാവും നമ്മൾ കാണുന്നുണ്ടാവുക.
അല്ലാത്ത പക്ഷത്ത് ആരും കാണുന്നില്ല. ആരാണ് അതിനൊക്കെ പൈസ ഇറക്കണത്? അതപ്പോ ഞാൻ ആലോചിക്കുന്നത്. ഇതിനൊക്കെ പൈസ ഇറക്കാൻ ഇഷ്ടം പോലെ ആളുകളാണ്. അവർക്ക് എവിടുന്നാണ് ഈ പൈസ? റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല ഇത്തരം കാര്യങ്ങളിൽ, ഒരു റിട്ടേണും ഇല്ല. എന്തെങ്കിലും പരസ്യമാണെങ്കിൽ ആ പരസ്യം എവിടെ? നമ്മൾ കാണുന്നില്ല. അപ്പൊ നിങ്ങളെ വിളിക്കുന്ന ആളുകളോട് നിങ്ങൾ തന്നെ പറയേണ്ട കാര്യമാണ്. പിന്നെ രേണസുന ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. മീഡിയാസിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അങ്ങ് ഒഴുകി വരും. തെറി വാങ്ങാനുള്ള പേജുകളാണ് അതൊക്കെ. അവര് തെറി വാങ്ങിക്കൂട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ദാസേട്ടാ, ഈ പരിപാടിയൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് വേറെല്ല പരിപാടിക്ക് പോവാൻ നോക്ക്. വേറെ വല്ല ആളുകളും വെച്ചിട്ട് നല്ല ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യ്. പണ്ടത്തെ ആ ഒരു ലെവലിലേക്കൊക്കെ എത്തട്ടെ. പണ്ടെന്ന് പറയുമ്പോൾ 2020 ആ ടൈമിലൊക്കെ അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു. ആ രീതിയിലേക്കൊക്കെ താങ്കൾ മാറേണ്ടിയിരിക്കുന്നു. ഈ രണസുനേനൊക്കെ വിട്ടുപിടിക്കേണ്ട പൊന്നു ദാസേട്ടാ, അത്ര എനിക്ക് പറയാനുള്ളൂ. നിരന്തരമായിട്ട് അവർ ഇങ്ങനെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക, നെഗറ്റീവ് വാങ്ങിക്കൊണ്ടിരിക്കുക, നെഗറ്റീവ് ഇങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇഷ്ടം പോലെ ആളുകളുണ്ട് മരണപ്പെട്ട ഭർത്താക്കന്മാരെ ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ, അല്ലെ? വിധവകളായ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അപമാനകരമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ബിഗ് ബോസിനകത്ത് കയറി പറഞ്ഞ ഞാൻ വിധവകളുടെ റെപ്രസെന്റേഷൻ ആണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ അവരെ ഒന്നും ഒരു തരത്തിലും ഒരു പ്രചോദനമായിട്ട് എടുക്കാൻ ആർക്കും കഴിയില്ല. ഒരു കഴിവുണ്ടെങ്കിലൊക്കെ ഇത് എന്ത് കഴിവാണുള്ളതെന്ന് ഒരു പിടിയില്ല എന്നുള്ളതാണ്. എന്റെ പൊന്നാര പ്രേക്ഷകരെ, നിങ്ങൾക്ക് പറയാനുള്ള രേഖപ്പെടുത്തിക്കോളൂ. ഞാൻ വീണ്ടും വരാം പുതിയ വാർത്താവിശേഷങ്ങളുമായി. സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.